അസ്സലാമു ഞാൻ പറയാൻ പോകുന്ന കാര്യം നല്ല ശ്രദ്ധിച്ച് കേട്ടോളി, എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ. പിന്നെ ആദ്യം തന്നെ പറഞ്ഞുതരാം, പിന്നെ ഞാനൊരു സാധാരണക്കാരനാണ്. നമുക്ക് നിശ്ചയുള്ള കാര്യങ്ങളും പിന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞിരുന്നത്. പിന്നെ ഈ സംസാരത്തിൻ്റെ ഇടയിൽ ചിലപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, സ്വാഭാവികമാണ്. നിങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് തരിക. അറബി വാക്കുകളൊക്കെ പറയുമ്പോൾ ഈ ഫത്തഹും കെസറും വമ്മൊന്നും കറക്റ്റാക്കിയിട്ടൊന്നും നമുക്കൊന്നും ഓതാൻ അറിയില്ല. എന്നാലും നിങ്ങൾക്കത് മനസ്സിലായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും പുസ്തകത്തിലോ ഇനിയിപ്പോൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം. അങ്ങനെ നിങ്ങൾ പഠിച്ചോളിട്ടോ ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. എന്നാലും നമുക്ക് മറ്റുള്ള കാലിലേക്ക് എത്തിച്ചു കൊടുക്കുമ്പോൾ അതിൻ്റെ കൂലി നമുക്ക് കൂടി കിട്ടും ഇൻഷാ അല്ലാ. അപ്പോൾ ഞാൻ ഈ പറയാൻ പോണ കാര്യം, ഈ മയ്യത്ത് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് നിസ്കാരത്തിനെ പറ്റിയാണ് പറയാനുള്ളത്. മയ്യത്ത് പള്ളിയിൽ എത്തിക്കഴിഞ്ഞ് ഇമാമ് നിയ്യത്തൊക്കെ വെച്ച് ഫസ്റ്റത്തെ തെക്കിബീർ കെട്ടി, രണ്ടാമത്തെ തെക്കിബീർ കെട്ടി, അപ്പോഴായിരിക്കും പുറത്തുനിന്ന് 2-3 ആൾക്കാർ പാഞ്ഞ് വരിക മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും, 2 തെക്കിബീർ കഴിഞ്ഞ് വിചാരിച്ചിട്ട് തിരിഞ്ഞു പോരും. അങ്ങനെ പോരുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പാഞ്ഞ് വന്നിട്ട് എന്ത് ചെയ്യും, വേഗം ഒന്നുമൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, തുറന്ന് നിസ്കരിക്കുന്ന സമയത്ത് ഈ പാഞ്ഞ് വന്ന ആൾക്കാർക്ക് 2, 1, 3 തെക്കിബീർ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവലെന്ത് ചെയ്യും, ആ ഇമാമ് സലാം വീട്ടുന്ന കൂടെ ഇവലെന്ത് ചെയ്യും, സലാം വീട്ടും. അങ്ങനെയാണ് നമ്മൾ കാണൽ. എന്നാൽ അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞാൽ മയ്യത്ത് നിസ്കാരം ശരിയാവില്ല. അങ്ങനെയല്ല, എത്ര തെക്കിബീറുണ്ടോ ഇമാം, ഇപ്പോൾ നമ്മൾ 2ാമത്തെ തെക്കിബീറിലാണ് നമ്മൾ നിയ്യത്ത് വെച്ച് കയറണമെന്ന് വിചാരിച്ചാൽ ബാക്കിയുള്ള തെക്കിബീർ പൂർത്തിയാക്കിയതിന് ശേഷമേ നമ്മൾ സലാം വീട്ടാൻ പാടുള്ളൂ. അവിടെ ആളുകളുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം വെച്ചാൽ സലാം വീട്ടി കഴിഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് പരക്കും. പെട്ടെന്ന് മയ്യത്ത് നിസ്കാരത്തിനെ പറ്റി അങ്ങനെ പെട്ടെന്ന് പരന്നിട്ട്, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ നമ്മളിങ്ങനെ നിസ്കരിക്കുന്ന സമയത്ത്, അപ്പോൾ അങ്ങനെ നിസ്കരിച്ചാലേക്ക് ബാക്കി കിട്ടുമോ എന്നുള്ള പേടി കൊണ്ടൊക്കെ ആയിരിക്കും ആൾക്കാർ എന്ത് ചെയ്യണേ, ഇമാമിൻ്റെ കൂടെ സലാം വീട്ടണത്. അങ്ങനല്ല, നമ്മൾ സാധാ ഫർള് അങ്ങനെ നിസ്കരിക്കൽ. അതുപോലെ തന്നെ നമ്മൾ 4ാമത്തെ റക്കായത്തിലാണ് നമ്മൾ 3ാമത്തെ റക്കായത്തിലാണ് പാഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമാമിൻ്റെ കൂടെ എത്തുന്നുണ്ടെങ്കിൽ നമ്മൾ ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ ഇമാമ് സലാം വിട്ട് കഴിഞ്ഞാൽ ബാക്കി 3 റക്കായത്ത് നമ്മൾ തുറന്ന് നിസ്കരിക്കേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ നേരെ ആദ്യം നമുക്ക് എത്രാമത്തെ തെക്കിബീറത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യും, പാഞ്ഞ് ഒതു കൊടുത്ത് പാഞ്ഞ് നീയത്തണ്ട് വെച്ച് നമ്മൾ ഫാത്തിഹ ഓതുക. ചിലപ്പോൾ ഇമാമ് 2ാമത്തെ തെക്കിബീറിലായിരിക്കും ഉണ്ടാവുക, നബീൻ്റെ മേൽ സലാത്ത് ചെല്ലലായിരിക്കും. അപ്പോൾ ഇതിന് അടുത്ത തെക്കിബീർ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നബീൻ്റെ മേൽ സലാത്ത് ചെല്ലുക. അപ്പോൾ ഇതിന് ഇമാമിൻ്റെ അവിടെ മയ്യത്തിൻ്റെ പ്രാർത്ഥന ഉണ്ടാവുക. ആ ഇമാമ് സലാം വീട്ടുന്ന സമയത്ത് നമ്മൾ മയ്യത്തിൻ്റെ മേൽ എന്ത് ചെയ്യുക, ദുആ ചെയ്യുക. അപ്പോൾ ഇതിന് ഒരു തെക്കിബീർ നമുക്ക് ബാക്കിയുണ്ട്. നിയ്യത്ത് വെച്ച് നബീൻ്റെ മേൽ സലാത്ത് ചൊല്ലി മയ്യത്തിൻ്റെ മേൽ പ്രാർത്ഥന കഴിഞ്ഞ് അപ്പോൾ ഇതിന് ചിലപ്പോൾ ഇമാമ് സലാം വീട്ടിയിട്ടുണ്ടാവും. ഇനി 1 ആയാലും 2 ആയാലും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, അത് ബാക്കി തുടർന്ന് നിസ്കരിച്ചാലേ മയ്യത്ത് നിസ്കാരം ശരിയാവുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങളിത് മനസ്സിലാക്കിക്കോളി. നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ തെറ്റുകുറ്റങ്ങളുണ്ടാവും. ഞാൻ ആദ്യം പറഞ്ഞില്ല, ഞാൻ പണ്ഡിതനല്ല, സാധാരണക്കാരനാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, പൊരുത്തപ്പെടുക. ഇപ്പോൾ ഈ ഖബർ എന്ന് പറഞ്ഞാൽ ഒരു 23 24 വയസ്സായ ഒരു ചെറിയൊരു ചെക്കനാണ്. എന്തോ പെട്ടെന്നൊരു ആക്സിഡൻറ്റ് പോലത്തെ ഒരു സംഗതി ഉണ്ടായിട്ട് മരണപ്പെട്ടു പോയതാണ്. കുറച്ചും കാക്കട്ടെ ഈ പെട്ടെന്നുള്ള മരണത്തെ തൊട്ടൊക്കെ. വല്ലാത്തൊരവസ്ഥയാണ് ഞാൻ കാണിച്ചത്. ഇതാണിപ്പോൾ ആ പൊന്നുമോൻ്റെ ഖബർ. കുറച്ച് റബ്ബ് ആ പൊന്നുമോൻ്റെ കൂടെയൊക്കെ നമ്മൾ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. ഇതുണ്ടല്ലേ മുകളിലൊക്കെ മീസാങ്ങളിലൊക്കെ ഇതൊക്കെ ഒരുപാട് ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെ പ്രാർത്ഥനയിൽ നമ്മളെ ഉൾപ്പെടുത്തുക. പിന്നെ നിങ്ങളെന്ത് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും.